ദൈവനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. വീണ്ടെടുപ്പ് എന്ന പഠന പരമ്പരയുടെ 5ാമത്തെ അവതരണത്തിലാണ് നാം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. വീണ്ടെടുപ്പ്, മനുഷ്യൻ്റെ വീണ്ടെടുപ്പ്. കാരണം വീണ്ടെടുപ്പ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആവശ്യമാണ്. വീണ് കിടക്കുന്ന മനുഷ്യനാണ്. അത് ദൈവത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ നിന്ന് ഒരു വീണ്ടെടുപ്പ് മനുഷ്യന് ആവശ്യമാണ്. ഈ വിഷയപഠനത്തിൽ 5ാമത്തെ അവതരണത്തിലാണ് നാം നിൽക്കുന്നത്. മനുഷ്യനെ വീണ്ടെടുക്കുവാനായിട്ടാണ് ദൈവം തൻ്റെ പുത്രനെ അയച്ചത്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പിശാചിൻ്റെ തല തകർക്കുന്ന ആ പ്രക്രിയയെക്കുറിച്ചാണ്. പിശാചിൻ്റെ തല തകർക്കുക, അതായത് സാത്താൻ്റെ തല തകർക്കുക. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണം, ക്രൂശാരോഹണം ഭൂമിയിൽ സംഭവിച്ച ഏറ്റവും സുപ്രധാനമായ സംഭവമാണ്. ക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണം ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് മറ്റെന്തിനേക്കാൾ വ്യക്തമായി ബോധ്യപ്പെട്ടിരിക്കണം. തകർന്നടിഞ്ഞ മനുഷ്യവർഗത്തിന് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണത്തിലൂടെ മനുഷ്യൻ്റെ ഉന്മൂലനത്തിൽ നിന്ന്, നാശത്തിൽ നിന്ന് അവന് ഒരുക്കിയതായ രക്ഷാപദ്ധതി, ക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണം. ഈ പഠനത്തിൽ, ഇന്നത്തെ നമ്മുടെ പഠനത്തിൽ നമ്മൾ പരിഗണിക്കാൻ പോകുന്നത് ക്രിസ്തുവിൻ്റെ ക്രൂശും ക്രിസ്തുവിൻ്റെ വിജയകരമായിട്ടുള്ള രക്ഷാപദ്ധതിയുമാണ്. മനുഷ്യകുലത്തെ വീണ്ടെടുക്കുവാൻ ക്രിസ്തു ഏറ്റെടുത്ത ദൗത്യം എപ്രകാരം വിജയകരമായി ക്രിസ്തു നിറവേറ്റി എന്നുള്ളതാണ്. ആദ്യമായി നമ്മൾ ചിന്തിക്കുന്നത് വാഗ്ദത്ത സന്തതി, അതായത് സന്തതിയെക്കുറിച്ചുള്ള വാഗ്ദാനം. നമ്മളിതിലൊക്കെ കണ്ടു കഴിഞ്ഞു. ദൈവം അബ്രഹാമിനോട് നൽകിയ വാഗ്ദാനം, യാക്കോബിനോടും ഇസ്ഹാക്കിനോടും ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തിയ വാഗ്ദാനം. ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് പതനം സംഭവിച്ച് വീണുപോയ സമയത്ത് തന്നെ ദൈവം തോട്ടത്തിൽ വെച്ച് ആദാമിനെയും ഹവ്വയെയും പിശാചിനെയും തോട്ടത്തിലേക്ക് വിളിച്ചു വരുത്തി. അവരോട് ദൈവം ന്യായങ്ങൾ അന്വേഷിച്ചു. വളരെ സുപ്രധാനമായിട്ടുള്ളൊരു പ്രസ്താവന അവിടെ വെച്ച് ദൈവം നൽകി. ആ പ്രസ്താവനയിൽ അനുഗ്രഹവുമുണ്ട്, പ്രസ്താവനയിൽ ശാപവുമുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 3-ാം അധ്യായം 15-ാം വാക്യമാണ് ആ വലിയ പ്രസ്താവന. ഇപ്രകാരം വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. ഉൽപ്പത്തി 3:15. ഏദൻ തോട്ടം പശ്ചാത്തലം. പിശാചിനോട്, അതേ പാമ്പിനോടാണ് സംസാരിക്കുന്നത്. അതായത് പിശാച്, ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വമുണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. ശത്രുത്വം, നിരന്തരമായൊരു പോരാട്ടം മനുഷ്യവർഗവും അന്ധകാര ശക്തിയും തമ്മിലുണ്ടാകും എന്നുള്ളതാണ് അവിടെ അർത്ഥമാക്കുന്നത്. പക്ഷെ ആ പോരാട്ടത്തിൽ ഒരാൾ കടന്നു വരും. സ്ത്രീയുടെ സന്തതി പരമ്പരയിലൂടെ, അതായത് മനുഷ്യവർഗത്തിന്റെ നടുവിലൂടെ ഒരാൾ കടന്നു വന്ന് നിന്റെ തലയെ തകർത്ത് കളയും. ഇതാണ് ആ പോരാട്ടത്തിൻ്റെ രത്നച്ചുരുക്കം. ഈ വാക്യം അവ്യക്തമല്ല. ദൈവവചനം പഠിക്കാൻ ആഗ്രഹിക്കുന്ന, ദൈവവചനം അറിയാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും വളരെ വ്യക്തമാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം. ഇപ്പം ദൈവം വാഗ്ദാനം ചെയ്യുകയാണ്. സ്ത്രീയുടെ സന്തതി, ഇതൊരു വാഗ്ദാനമാണ്, വരാൻ പോകുന്നതാണ്. അന്ന് പറയുമ്പോൾ സ്ത്രീയുടെ സന്തതി, അതായത് സ്ത്രീയുടെ സന്തതി പരമ്പരയായിട്ട് കടന്നു വരുന്ന ഒരാൾ പിശാചിന്റെ ദൈവം നിന്റെ തല തകർക്കും, അതായത് മരണത്തിൻ്റെ അധികാരത്തെ തകർക്കും. കാരണം ഇവിടെ ആദ്യം സംഭവിച്ച മരണമാണ് ആത്മീക മരണം, ദൈവത്തിൽ നിന്ന് അകറ്റിയ ആത്മീക മരണം. മരണത്തിൻ്റെ അധികാരിയായ പിശാച് അവിടെ വാഴാൻ തുടങ്ങുകയാണ്. ഇത് കണ്ടുകൊണ്ട് ദൈവം പറഞ്ഞു, നീ സന്തോഷിക്കണ്ട, നിന്റെ ഈ അധികാരത്തെ നിന്നിൽ നിന്ന് പിടിച്ചു പറിക്കും, നിന്നെ തകർക്കും, നിന്നെ തോൽപ്പിക്കും. തുടർന്ന് മനുഷ്യന് നഷ്ടപ്പെട്ടുപോയ നിത്യതയിലേക്ക് അവനെ തിരിച്ചു കൊണ്ടുവരും. ഇതാണ് ദൈവം നൽകിയ വാഗ്ദാനത്തിൻ്റെ അന്തസത്ത. ബൈബിൾ ആ സമയം മുതൽ, ഈ തിരുവചനം ആ സമയം മുതൽ ഇത് സംഭവിപ്പിച്ചതിൻ്റെ ചരിത്രമാണ്. എപ്രകാരമാണ് ദൈവം ഇത് സംഭവിപ്പിച്ചത്? ദൈവത്തിൻ്റെ വെളിപാടിലൂടെ അത് വ്യക്തമായി കാണിച്ചിരുന്നു. ദൈവം നൽകിയ ഈ വാഗ്ദാനത്തിൻ്റെ നിവർത്തി എങ്ങനെ സംഭവിച്ചു? 2 വാക്കുകൾ നമ്മളിവിടെ നിന്ന് അടുത്ത് പരിചയപ്പെടുന്നു. ഒന്ന്, അവളുടെ സന്തതി, സ്ത്രീയുടെ സന്തതി. കർത്താവ് യേശുവിനെ കുറിച്ചുള്ള പ്രവചനമാണ് അവിടെ ഉദ്ദേശിക്കുന്ന സ്ത്രീയുടെ സന്തതി. ഇത് ഒരു പക്ഷേ ബൈബിളിലെ ആദ്യത്തെ മശിഹാ പ്രവചനമാണ്, മശിഹയെ സംബന്ധിക്കുന്ന പ്രവചനമാണ്. സ്ത്രീയുടെ സന്തതി.
അത് അനിഷേധ്യമായി അത് സൂചിപ്പിക്കുന്നത് കന്യകാജനനത്തെക്കുറിച്ചാണ്. ഇപ്പൊ സ്ത്രീയുടെ സന്തതിയായി വരുന്ന വ്യക്തിയുടെ ജനനം കന്യകാജനനമാണെന്ന് കാണിക്കുകയാണ്. എന്നാൽ സാധാരണ ബൈബിളിൽ വംശാവലികൾ അവതരിപ്പിക്കുമ്പോൾ പുരുഷന്റെ സന്തതി, ഒരു പുരുഷന്റെ പേര് പറഞ്ഞിട്ട് അവനെ ഇന്നയാളെ ജനിപ്പിച്ചു, പുരുഷന്റെ സന്തതികൾ, പുരുഷന്റെ വിത്ത്, പുരുഷന്റെ ബീജം, പുരുഷന്റെ സന്തതി എന്നാണ് സാധാരണ ഉപയോഗിക്കുന്നത്. സ്ത്രീകളുടെ പേര് ഉപയോഗിക്കാൻ സ്ത്രീയുടെ സന്തതി എന്ന് പറയാറില്ല. പക്ഷെ ഇവിടെ ഇതാ പിശാചിന്റെ തലയെ തകർക്കാൻ വരുന്ന ആ വാഗ്ദത്ത സന്തതിയുടെ ആഗമനത്തെക്കുറിച്ച് പറയുമ്പോൾ പറഞ്ഞ സ്ത്രീയുടെ സന്തതി എന്നാണ്. അത് കന്യകാജനനത്തിന്റെ പരാമർശമാണ്. ഈ പ്രവചനത്തിന്റെ നിവൃത്തി സംഭവിക്കുന്നത് ഒരു അടയാളമാണെന്ന് യെശയ്യാ പ്രവാചകൻ പറയും. ഇതൊരു അടയാളമായിട്ട് നൽകപ്പെട്ടതാണ്. യെശയ്യാ പ്രവചനന്റെ പുസ്തകത്തിന്റെ 7-ാം അധ്യായം. യെശയ്യാവ് 7-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ദൈവീകത്വത്തിന്റെ അടയാളമാണ് ഈ കന്യകാജനനം. കർത്താവ് യേശു ക്രിസ്തു ദൈവമാണ്, തൻ്റെ ദിവ്യത്വത്തിന്റെ അടയാളമാണ്. കാരണം യെശയ്യാവ് 7:14 അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരു അടയാളം തരും. കന്യക ഗർഭിണിയാണ്. ഒരു സ്ത്രീ ഗർഭിണിയാകുമ്പോൾ പിന്നെ കന്യകത്വമില്ല. പക്ഷെ ഇവിടെ പറയുന്നത് കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. കന്യക ഗർഭിണിയായി കഴിഞ്ഞതിന് ശേഷവും മറിയ കന്യക തന്നെയാണ്. പിന്നീട് ജോസഫുമായിട്ടുള്ള ബന്ധത്തിൽ പ്രവേശിക്കുമ്പോൾ മാത്രം ആണ് അത് നഷ്ടപ്പെടുന്നത്. അത് യേശുവിൻ്റെ പ്രസവത്തിന് ശേഷം, യേശുവിന് ജന്മം കൊടുത്തതിന് ശേഷമാണ്. അത് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ കാണാം. അപ്പോൾ ആ വിഷയം നമ്മൾ പോകുന്നില്ല. ഇവിടെ നമ്മൾ കാണുന്ന ഈ പ്രവചനം, അതിൻ്റെ നിവൃത്തി, അതൊരു അടയാളമാണ്. അത് യേശു ക്രിസ്തുവിന്റെ ദൈവീകത്വത്തിന്റെ അടയാളമാണ്. അത് കന്യകാജനനത്തിലൂടെ നിവൃത്തിയാക്കപ്പെട്ടു. അതിൻ്റെ വിശദമായിട്ടുള്ള വിവരണം നമുക്ക് വായിക്കണമെന്നുണ്ടെങ്കിൽ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 18 മുതൽ 23 വരെയുള്ള വേദഭാഗത്തിൽ ദൈവാത്മാവ് അത് വെളിപ്പെടുത്തുന്നു. എന്നാൽ യേശുക്രിസ്തുവിന്റെ ജനനം ഇവണ്ണമായിരുന്നു. അവൻ്റെ അമ്മയായ മറിയ ജോസഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. അവളുടെ ഭർത്താവായ ജോസഫ്, കല്യാണം കഴിഞ്ഞിട്ടില്ല, വിവാഹം നിശ്ചയമേ കഴിഞ്ഞിട്ടുള്ളൂ. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകൊണ്ട് അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സിലായക കൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിക്കാൻ ഭാവിച്ചു. ജോസഫിനെ മനസ്സിലായി, ജോസഫ് നീതിമാനായതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഇവളെ ഗർഭിണിയാണെന്ന വാർത്ത പുറത്തറിഞ്ഞാൽ ഇവളെ കല്ലെറി. അത് വരാതിരിക്കാൻ ജോസഫ് ഗൂഢമായി അവളെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. കാരണം ഇത് ദൈവ പദ്ധതിയാണ്. ദാവീദിന്റെ മകനായ ജോസഫ്, കാരണം ദാവീദിന്റെ കുടുംബത്തിൽപ്പെട്ടവനാണ് ജോസഫ്, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളാൻ ശങ്കിക്കണ്ട. അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം എന്ന് പറയും. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കുമെന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത് നിവൃത്തിയാകുവാൻ ഇതൊക്കെ സംഭവിച്ചു. യെശയ്യാ പ്രവചനത്തിന്റെ നിവൃത്തിയാണ് അവിടെ സംഭവിച്ചത്. ജോസഫിന് മനസ്സിലായി തൻ്റെ ഭാര്യ ഗർഭിണിയായത് ദൈവ പദ്ധതിയാണ്, ദൈവത്തിൻ്റെ ഉദ്ദേശമാണ്. അപ്പോൾ ജോസഫ് അവളെ ഹൃദയപൂർവ്വം സ്വീകരിച്ചു. അപ്പം കന്യക ഗർഭിണിയായി. കന്യകയിലൂടെയല്ല യേശു ജന്മമെടുത്തുവെങ്കിൽ, അതായത് യേശു പുരുഷനിൽ നിന്ന് ജനിച്ച സന്തതിയാണ്, പുരുഷനിൽ നിന്ന് ജനിച്ചതായ കുഞ്ഞായിട്ട് വരും, അല്ലാതെ വേറെ വഴിയില്ല. ഇപ്പൊ സ്ത്രീയുടെ സന്തതിയുടെ പ്രയോഗത്തിന്റെ അർത്ഥം അതാണ്. അല്ലെങ്കിൽ പുരുഷന്റെ സന്തതി, ജോസഫിന്റെ സന്തതി എന്ന പേര് പറയും. ജനങ്ങളൊക്കെ എങ്ങനെ തെറ്റിദ്ധരിച്ചു. പക്ഷേ യേശു സ്ത്രീയുടെ സന്തതിയാണ്, സ്ത്രീയുടെ സന്തതിയാണ്, പരിശുദ്ധാത്മാവിനാൽ ഉൽപ്പാദിതമായതാണ്. അപ്പോൾ വളരെ വ്യക്തമാണ്, ക്രിസ്തുവിന്റെ ദൈവീകത്വത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ്. പുരുഷ സ്പർശമില്ലാതെ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തന ഫലമായി ദൈവം മനുഷ്യനായി കടന്നു വരികയാണ്. വചനം ജഡമായി തീരുകയാണ്. വചനം എന്ന ദൈവത്തിന്റെ നാമമാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. വചനം എന്ന പേരിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ ക്രിസ്തുവിനെ അവതരിപ്പിക്കുമ്പോൾ ആ വചനമെന്ന് അവതരിപ്പിക്കപ്പെട്ട വ്യക്തി ജഡം ധരിച്ചിറങ്ങി വന്നു. വചനം ജഡമായി തീർന്നു. ക്രിസ്തുവിന്റെ ദൈവീകത്വമാണ്. ഇത് നിഷേധിക്കാനാണ് പലരും കന്യകാജനനത്തെ നിഷേധിക്കുന്നത്. യേശുവിൻ്റെ കന്യകാജനനത്തെ നിഷേധിക്കുന്നതിന്റെ പിന്നിലുള്ള ഉദ്ദേശം യേശുവിൻ്റെ ദൈവികത്തെ നിഷേധിക്കുകയാണ്. അപ്പം മറിയ ഗർഭിണിയായത് പുരുഷന്റെ ബീജത്താലാണ് എങ്കിൽ പിന്നെ ആ ശിശു ദൈവികത്വമില്ലാത്തതാണ്, സാധാരണ ഒരു മനുഷ്യനാണ്. സാധാരണ ശിശുക്കളെ പോലെ ഒരു സാധാരണ കുട്ടി മാത്രം. പക്ഷെ ഇവിടെ ഇതാ പരിശുദ്ധാത്മാവിനാലാണ് അവിടെ
മറിയ ഗർഭിണിയായി. ഇപ്പം ക്രിസ്തുവിൻ്റെ കന്യകാത്വത്തെക്കുറിച്ച് അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ കന്യകാ ജനനത്തെക്കുറിച്ച് വ്യക്തമായി ഇവിടെ പറയുകയാണ്. ഇപ്പം മത്തായിയിലും ലൂക്കോസിലും ചരിത്രപരമായി ഇത് വ്യക്തമായി രേഖപ്പെടുത്തി ക്രിസ്തുവിൻ്റെ ദൈവിക സ്വഭാവത്തെ ഇതിവിടെ കാണിച്ചു തരികയാണ്. ക്രിസ്തുവിൻ്റെ കന്യകാ ജനനം അത് കൃത്യമായി പറയുന്നു. അവളുടെ സന്തതി മറിയയിലൂടെ, കന്യകയായ മറിയയിലൂടെ ഭൂമിയിലേക്ക് ദൈവം മനുഷ്യനായി കടന്നു വന്നു. അവളുടെ സന്തതി പരിശുദ്ധാത്മാവിനാൽ ഉൽപ്പാദ്യമായത്. പിന്നെ രണ്ടാമത്തെ വാക്ക് നമ്മൾ ചിന്തിക്കുന്നു. നമുക്ക് ചുരുക്കമായ കാര്യങ്ങൾ മാത്രമേ ഈ വിഷയത്തിൽ നമ്മളിപ്പോൾ ചിന്തിക്കുന്നുള്ളൂ. രണ്ടാമത് അവൻ്റെ തല. പിശാചിനോട് സംസാരിച്ചപ്പോൾ ദൈവം പറഞ്ഞു, നിന്റെ തല തകർക്കും. നിന്റെ തല എന്ന് പറഞ്ഞാൽ ശക്തി അഥവാ അധികാരം. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ കർത്താവ് യേശു സ്വർഗാരോഹണം ചെയ്യപ്പെടും തൊട്ട് മുമ്പ് കർത്താവ് ശിഷ്യന്മാരോട് സംസാരിച്ച വാക്കുകളുടെ ആ വാക്ക് കാണും. യേശു അടുത്തുനിന്ന് സ്വർഗത്തിൽ ഭൂമിയിലെ സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കും. ഇപ്പോൾ തല എന്ന് പറയുമ്പോൾ അധികാരത്തെയാണ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 22-21 വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് കർത്താവ് യേശുവിനെ പിതാവായ ദൈവം മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് സകല നാമത്തിനും അധികാരത്തിനും മീതെ സകല കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവ്വവൻ്റെ കാൽക്കീഴാക്കി വെച്ച് അവനെ സർവ്വത്തിനും മീതെ തലയാക്കി എന്ന് അവിടെ എഫേസ്യ ലേഖനം 1-ന്റെ 22-21 കാണും. അപ്പം തല എന്ന് പറയുമ്പോൾ അധികാരം. അതാണ് ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം സാത്താൻ്റെ അധികാരം മരണത്തിൻ്റെ അധികാരം സാത്താൻ്റെ കൈപ്പിടിയിൽ ഒതുക്കി വെച്ചിരിക്കുകയാണ്. ഏതും തൊട്ടതിൽ വെച്ച് ആദാമിനും ഹവ്വയെയും പാപത്താൽ വശീകരിച്ച് തള്ളിയിട്ടതിന് ശേഷം പാപത്തിൻ്റെ ശമ്പളമായ മരണമെന്ന അവസ്ഥയുടെ അധികാരം സാത്താൻ്റെ കൈകളിലാണ്. അത് ആ അവസ്ഥ ആദ്യം മനസ്സിലാക്കുക. ഇവിടെ 2 വാക്യങ്ങളൊന്ന് വായിച്ചു കേൾക്കാം. 1 കൊരിന്ത്യർ 15-56 എബ്രായ ലേഖനം 2-14. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 56-ാം വാക്യത്തിൽ ദൈവാത്മാവ് ഇപ്രകാരം പൗലോസിലൂടെ പറയും, ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ മരണത്തിൻ്റെ വിഷമുള്ള പാപത്തിൻ്റെ ശക്തി ന്യായപ്രമാണം. പാപത്തിൻ്റെ ശമ്പളമാണ് മരണം. പാപമാണ് ഒരുവനെ ആത്മീയമായും തുടർന്ന് ശാരീരികമായ മരണത്തിലേക്ക് എത്തിക്കുന്നത്. എബ്രായ ലേഖനം 2-14 ഇതിനോട് ചേർത്ത് വായിക്കുമ്പോൾ അവിടെ എബ്രായ ലേഖൻ പറയുന്നു, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകുകൊണ്ട് അവനും അവരെ പോലെ, അത് കർത്താവ് യേശു ക്രിസ്തു നമ്മുടെ അതേ പ്രകൃതി ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ, അല്ലെങ്കിൽ ജീവപര്യന്ത മരണഭീതിയിൽ അടിമകളായിരുന്നൊക്കെയും വിടുവിച്ചു തൻ്റെ മരണത്താൽ. ഇപ്പം മരണത്തിൻ്റെ അധികാരിയായ പിശാച്. ഇപ്പോൾ 1 കൊരിന്ത്യർ 15-56 പൗലോസ് പറഞ്ഞു, മരണത്തിൻ്റെ വിഷമുള്ള പാപമാണ് നമ്മളെ മരണത്തിലേക്ക് എത്തിക്കുന്നത്. പാപത്തിൻ്റെ ശമ്പളമാണ് മരണം. രണ്ടാമത്തെ വേദഭാഗത്ത് നമ്മൾ കണ്ടത് മരണത്തിൻ്റെ അധികാരിയെ പിശാച്. അപ്പോൾ പിശാചിന് മരണത്തിൻ്റെ അധികാരമുണ്ട്. എന്തുകൊണ്ടാണ് മരണത്തിൻ്റെ അധികാരം പിശാചിൻ്റെ കയ്യിൽ കിട്ടിയത്? പാപം നിമിത്തം. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്തു. അത് നിമിത്തം എല്ലാവരുടെ മേൽ പിശാചിനൊരു അധികാരമുണ്ട്. നിങ്ങളിലും എന്നിലും പാപമില്ലെങ്കിൽ സാത്താനും നമ്മുടെ മേൽ ഒരു അധികാരവുമില്ല. ക്രിസ്തു പറഞ്ഞു, അവൻ എൻ്റെ മേൽ ഒരു അധികാരവുമില്ല. എന്നാൽ ക്രിസ്തു പാപമില്ലാത്തവനാണ്. പക്ഷെ നാം പാപികളാണ്. നാം പാപികളായതുകൊണ്ട് പിശാചിന് നമ്മുടെ മേൽ അധികാരമുണ്ട്. മരണത്തിൻ്റെ അധികാരം. ആത്മീകമായ മരണം, തുടർന്ന് ശാരീരികമായ മരണം. മരണത്തിൻ്റെ അധികാരി പിശാചാണ്. ഇപ്പൊ പിശാചിൻ്റെ ശക്തി എന്ന് പറയുന്നത് ഈ പാപം ചെയ്ത മനുഷ്യനെ തൻ്റെ അധീനതയിൽ, ബന്ധനത്തിൽ പിടിച്ച് കെട്ടിയിടുകയാണ്. പിശാച് അനുവദിക്കുന്നതിനപ്പുറം നമുക്ക് ചലിക്കാൻ പറ്റില്ല. നാം അവൻ്റെ ദാസന്മാരാണ്. അവൻ്റെ ഇഷ്ടം നിറവേറ്റും. നമ്മെക്കൊണ്ട് അവൻ്റെ ഉദ്ദേശം നടപ്പിലാക്കും. നമ്മൾ പോലും അറിയില്ല നമ്മെ നിയന്ത്രിക്കുന്ന ശക്തി പിശാചാണ് എന്ന്. നമ്മളെ കൊണ്ട് പല തിന്മകൾ ചെയ്യിപ്പിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ പിശാചിൻ്റെ സ്വാധീനമുണ്ട്. കാരണം എന്നിൽ പാപമുണ്ട്, അത് ഇതുവരെ ഉപേക്ഷിച്ചിട്ടില്ല. അപ്പോൾ പിശാചിൻ്റെ ശക്തി എന്ന് പറയുന്നത് നമ്മളിലുള്ള പാപനിമിത്തം ലഭിച്ചതാണ്. അത് നിമിത്തം നമ്മെ ബന്ധനത്തിലാക്കിയിരിക്കുകയാണ്, അടിമത്തത്തിലാക്കിയിരിക്കുകയാണ്, മരണത്തിലാക്കിയിരിക്കുകയാണ്. മരണമെന്ന വാക്കിൻ്റെ അർത്ഥം ഇതിനകം പഠിച്ചതാണ്. വേർപാട്, ദൈവത്തിൻ്റെ നിത്യജീവനിൽ നിന്നുള്ള വേർപാട്. യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ ദൈവം പറഞ്ഞു, എൻ്റെ കൈ കുറിയതല്ല, എൻ്റെ ചെവി മന്ദമായതല്ല, നിങ്ങളുടെ അകൃത്യങ്ങളത്രേ, നിങ്ങളുടെ പാപങ്ങളത്രേ എനിക്ക് നിങ്ങളെ കേൾക്കാൻ, നിങ്ങളെ അനുഗ്രഹിക്കാൻ തടസ്സമായിരിക്കുന്നത്. എഫേസ്യ 2:1 പൗലോസ് പറഞ്ഞു, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നിങ്ങൾ എന്ന് പറഞ്ഞു. യോഹന്നാൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വാക്യങ്ങളിലും യോഹന്നാൻ ഇത് വളരെ വ്യക്തമായിട്ട് തന്നെ പറയും. യോഹന്നാൻ്റെ 1-ാം ലേഖനം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോൾ ഇരുട്ടിൽ നടക്കരുത്, വെളിച്ചത്തിൽ നടക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ പറയും. അപ്പോൾ മരണത്തിൻ്റെ അധികാരം ഇതാണ് ക്രിസ്തു ക്രൂസിൽ സാത്താൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തത്. മരണത്തിൻ്റെ അധികാരം.
ഒരുപക്ഷെ 3 മണിക്കൂർ അന്ധകാരം, അവിടെ നടന്ന ഘോരയുദ്ധം, സാത്തൻ്റെ തലയെ തകർത്ത് തൻ്റെ കാൽ കീഴാക്കി അവനെ ആക്കുമ്പോൾ അവൻ്റെ അധികാരം, മരണത്തിൻ്റെ അധികാരം പെട്ടെന്ന് വിട്ടുകൊടുത്തില്ല. മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ ക്രിസ്തു തൻ്റെ മരണത്താൽ നീക്കി. ക്രൂസിൽ വെച്ച് വിജയോത്സവത്തോടെ ക്രിസ്തു അവൻ്റെ ആയുധവർഗം പിടിച്ചെടുത്തു, അവനെ തോൽപ്പിച്ചു. ഏതും തോട്ടത്തിലെ വാക്യം മറക്കരുത്, സ്ത്രീയുടെ സന്തതി നിന്റെ തലയെ തകർക്കും. കർത്താവ് യേശു സ്ത്രീയുടെ സന്തതിയാണ്. യേശുവിനെ കുറിച്ചുള്ള ഒരു വാഗ്ദാന വാക്കാണ്, സ്ത്രീയുടെ സന്തതിയായി കടന്നു വന്നവൻ നിന്റെ തലയെ തകർക്കും. അങ്ങനെ യേശു ക്രൂസിൽ വെച്ച് സാത്താൻ്റെ തലയെ തകർത്തു. മരണത്തിൻ്റെ അധികാരം അവൻ്റെ കയ്യിൽ നിന്ന് തിരിച്ചു. ഞാൻ മരണത്തിനും പാതാളത്തിനും വിജയം പ്രാപിച്ചു. ഇപ്പോൾ അവൻ്റെ താക്കോൽ എൻ്റെ കയ്യിലാണ്. അപ്പം ക്രിസ്തു ഒരു വിധത്തിൽ സാത്താൻ്റെ തലയെ തകർത്തു. അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ സാരം എന്താണ്? ഇപ്പോൾ ദൈവം ഉൽപ്പത്തി പുസ്തകം 3-15, അതായത് ഏദൻ തോട്ടത്തിൽ വെച്ച് മനുഷ്യൻ പതനം സംഭവിച്ച സമയത്ത് തന്നെ ദൈവം പ്രഖ്യാപിച്ചു ഒരു വീണ്ടെടുപ്പ്, മനുഷ്യവർഗത്തിൻ്റെ വീണ്ടെടുപ്പ്. മനുഷ്യ വീണ് കിടക്കുന്ന കണ്ടിട്ട് ദൈവം തിരിഞ്ഞു നടന്നില്ല. കാരണം ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തിൻ്റെതാണ്, പിശാചിന് മക്കളില്ല. ദൈവത്തിൻ്റെ മക്കളാണ് മനുഷ്യർ. അവർ പാപം ചെയ്ത് വീഴുമ്പോൾ ഇത് തിരിഞ്ഞു നടക്കാൻ പറ്റില്ല. പക്ഷെ അവർക്കൊരു വീണ്ടെടുപ്പ് ദൈവം ഒരുക്കി. ആ വീണ്ടെടുപ്പ് ഒരുക്കി അത് നിവൃത്തിയാക്കിയത് വാഗ്ദത്ത സന്തതിയിലൂടെയാണ്. വീണ്ടെടുപ്പിനായി ഒരു സന്തതിയെ വാഗ്ദാനം ചെയ്തു. ആ സന്തതിയുടെ വരവ് തന്നെ ഒരു അടയാളമാണ്, കന്യകയിലൂടെയാണ്. ആ സന്തതിയെ ദൈവഭൂമിയിലേക്ക് കൊണ്ടുവന്നു. പഴയ നിയമ ചരിത്രം എന്ന് പറയുന്നത് ഈ സന്തതിയുടെ സംരക്ഷണമാണ്. ഉൽപ്പത്തി 3:15 ശേഷം ഇതിൻ്റെ പ്രവർത്തന ചരിത്രം തുടങ്ങുകയാണ്. ഈ സന്തതിയെ സംരക്ഷിച്ചു. സംഘർഷം നിറഞ്ഞ ഇസ്രായേൽ ജനതയുടെ ആരംഭത്തിൻ്റെ ചരിത്രത്തിലുടനീളം ഈ സന്തതിയെ സംരക്ഷിച്ചു. പലതരത്തിൽ സാത്താൻ ശ്രമിച്ചു നോക്കി. ഒരു പോരാട്ടം നടക്കുകയാണ് ചരിത്രത്തിൽ. ഈ സന്തതി വരാതിരിക്കാൻ എന്തെല്ലാം തരത്തിൽ, ഹാബേലിനെ കൊന്നത് മുതൽ, ജോസഫിനെ തടവിലിട്ടത് മുതൽ, ദാവീദിനെതിരെ പല പ്രശ്നങ്ങൾ വരുത്തുന്നത് മുതൽ ഈ സന്തതി വരാതിരിക്കാൻ നമ്മൾ വിശദമായി പഠിച്ചിട്ടുണ്ട്. ഹാമാനിലൂടെ പ്രവർത്തിച്ച്, ഹെരോദാവ് രാജാവിലൂടെ പ്രവർത്തിച്ച്, പരീശന്മാരുടെ മത നേതാക്കന്മാരുടെ പ്രവർത്തിച്ച് ഈ സന്തതി വരരുത്. വന്നു കഴിഞ്ഞിട്ടും ആ പോരാട്ടം തുടർന്നു. എങ്ങനെയെങ്കിലും പാപത്തിൽ പിടിച്ചിടണം. ഈ സന്തതിയെ സംരക്ഷിക്കുക. പഴയ ചരിത്രം ഈ സന്തതിയെ കൊണ്ടുവരിക, പിന്നീട് സംരക്ഷിക്കുക. അതാണ് ഇസ്രായേലിൻ്റെ ചരിത്രത്തിലൂടെ നമ്മളെ കാണിച്ചു തന്നത്. അപ്പോൾ ഇത് വളരെ വ്യക്തമായി ഒരു വീണ്ടെടുപ്പിൻ്റെ വാഗ്ദാനം ഇവിടെ കാണും. ഇനി രണ്ടാമത് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് സാത്താനെ ബന്ധിക്കുകയും അവൻ്റെ തല തകർക്കുകയും ചെയ്തതിനെ കുറിച്ചാണ്. ആദ്യമായി നമ്മൾ ഇതുവരെ പറഞ്ഞത് വാഗ്ദത്ത സന്തതി, അല്ലെങ്കിൽ സന്തതിയിലൂടെയുള്ള വാഗ്ദാനം. അതിനെക്കുറിച്ച് നമ്മൾ കുറച്ച് പുറകോട്ടും നമ്മൾ ചിന്തിച്ചത്. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് സാത്താൻ്റെ തല തകർക്കുന്ന അവസ്ഥയെക്കുറിച്ച്, അവനെ ബന്ധിക്കുന്ന അവസ്ഥ. അവനെ ബന്ധിക്കണം, എങ്കിലും നമുക്ക് വിടുതലുള്ളൂ. അപ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ഈ ഘോര രാജാവായ ഈ പിശാചിൻ്റെ ഭരണത്തെ അവസാനിപ്പിക്കണം. ഈ ആധിപത്യത്തെ അവസാനിപ്പിക്കണം. യോഹന്നാൻ്റെ ലേഖനത്തിൽ അതിൻ്റെ 1-ാം ലേഖനം 3-8 വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്. 1 യോഹന്നാൻ 3:8, പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാകുന്നു. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മേൽ കംപ്ലീറ്റ് പൂർണ്ണ നിയന്ത്രണം പിശാചിൻ്റെ ഇതിലാണ്. അവൻ പറയുന്നത് അല്പം നമുക്ക് ചെയ്യാൻ പറ്റില്ല, പാപത്താൽ. ഈ നിയന്ത്രണം അവന് കിട്ടിയത് പാപത്താലാണ്. ഇപ്പോൾ പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാകും. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യും. പിശാച് ഒരിക്കലും നീതി ചെയ്യില്ല. കണ്ടാൽ നീതിയാണെന്ന് തോന്നുമെങ്കിൽ അതിൻ്റെ പിന്നിലൊരു പാപമുണ്ടാകും. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ, അതെൻ്റെ സ്വഭാവമായിട്ടാണ്. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്, പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിക്കുക. ഇപ്പം ദൈവപുത്രൻ കടന്നു വന്ന പല ഉദ്ദേശങ്ങളിൽ ഒന്ന് പിശാചിൻ്റെ പ്രവൃത്തികളെ തകർക്കുക, പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിക്കുക, അവൻ്റെ കെട്ടുകൾ അഴിച്ച് പൊട്ടിക്കുക. ഇത് ക്രിസ്തുവിൻ്റെ 2-ാം വരവിൽ സംഭവിക്കുന്ന കാര്യമല്ല, അത് തെറ്റായ ഉപദേശമാണ്. ക്രിസ്തുവിൻ്റെ 2-ാം വരവിലാണ് ഇത് സംഭവിക്കുന്നത്. സാത്താനെ നീക്കം ചെയ്ത് തൻ്റെ ഭരണം ഭൂമിയിൽ 1000 വർഷം വാഴുമെന്നൊക്കെ പറയുന്ന ദുരുപദേശമാണ്, വചനപ്രകാരമുള്ള കാര്യങ്ങളല്ല. ഭൂമിയിൽ അപ്പോഴാണ് സമാധാനം വാഴാൻ പോകുന്നതെന്നൊക്കെ പറയുന്നത് വചനത്തെക്കുറിച്ചല്ല, വചനത്തെ ശരിയായ വ്യാഖ്യാനമല്ല. ഇത് തൻ്റെ ആഗമനത്തിൽ സംഭവിച്ച കാര്യമാണ്. കർത്താവ് യേശു മനുഷ്യാവതാരം എടുത്ത് മത്തായി 1:21 അവൻ തൻ്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കൊണ്ട് അവൻ ഇമ്മാനുവേൽ എന്ന് പേരിടണം. യേശു എന്ന പേരിൻ്റെ അർത്ഥം തന്നെ അതാണ്, രക്ഷിക്കുന്ന ദൈവം. കർത്താവ് യേശുവിൻ്റെ വരവ് തന്നെ നമുക്ക് രക്ഷ തരാനാണ്, കാണാതെ പോയവരെ തിരഞ്ഞ് രക്ഷിക്കാനാണ്. പക്ഷെ അതിൻ്റെ തലയെ തകർത്താൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ.
അത് കർത്താവ് നിവൃത്തിയാക്കാൻ വിജയകരമായി കർത്താവ് ഇത് പൂർത്തിയാക്കിയ ദൗത്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ 4-ാം വാക്യത്തിൽ ക്രിസ്തു പ്രാർത്ഥനയിൽ പിതാവിനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ക്രിസ്തു പറഞ്ഞത് ഇപ്രകാരമാണ്. യോഹന്നാൻ 17:4, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തിയെ തികച്ചിരിക്കുന്നു. ക്രൂസിൽ വെച്ച് പറഞ്ഞു, എല്ലാം നിവൃത്തിയായി. കൊലോസ് 2:14, എഫേസ് 2:14 ഒക്കെ കാണാം. ക്രൂസിൽ വെച്ച് വിജയോത്സവത്തോടെ പിശാചിന്റെ തലയെ തകർത്ത് ആയുധവർഗം വെപ്പിച്ചവനെ തോൽപ്പിച്ച് പരസ്യമായി കാഴ്ചയാക്കി. അതിൻ്റെ ആദ്യത്തെ വരവിൽ സംഭവിച്ചതാണിത്. രണ്ടാമത്തെ വരവ് കാത്തിരിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ പിശാചിന്റെ ആ ആധിപത്യത്തെ തകർത്ത് മനുഷ്യരെ ശിക്ഷാവിധിയിലേക്ക് തള്ളിവിടുന്ന പിശാചിന്റെ പാപനിമിത്തം പിശാച് മനുഷ്യനെ ശിക്ഷാവിധിയിലേക്ക് തള്ളിവിടുന്ന ആ അവസ്ഥയിൽ നിന്ന് സാത്താന്റെ കഴിവിനെ, ശക്തിയെ എടുത്തു മാറ്റി. അപ്പം അതുകൊണ്ടുള്ള ഗുണം എന്താണ്? റോമർ 8:1 പറയുന്ന പോലെ ഇപ്രകാരം പിശാചിനെ തകർത്തത് കൊണ്ട് റോമർ 8:1 പറഞ്ഞൊരു സത്യമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക്, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം സ്വീകരിച്ച് ക്രിസ്തുവിലേക്ക് വന്നു കഴിയുമ്പോൾ പിന്നെ ശിക്ഷാവിധിയിൽ സാത്താന് നമ്മുടെ ശിക്ഷാവിധി ചുമത്താൻ ഒരിക്കലും പറ്റില്ല. നാം ക്രിസ്തുവിൽ ജീവിക്കുകയാണെങ്കിൽ, സ്നാനപ്പെട്ടതുകൊണ്ട് മാത്രം പോരാ, ക്രിസ്തുവിൽ ജീവിക്കുകയാണെങ്കിൽ സാത്താന് നമ്മളെ ശിക്ഷാവിധിയിലേക്ക് തള്ളിവിടാം. ഇനിയിപ്പോൾ നമ്മുടെ കഴുത്തിന് പിടിച്ച് കൊണ്ടുപോയി പാപം ചെയ്യിക്കാൻ പറ്റില്ല. പണ്ടങ്ങനെ ചെയ്യിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ ക്രിസ്തുവിലേക്ക് വന്നു, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റു, ക്രിസ്തുവിൽ സംരക്ഷിക്കപ്പെട്ട് സുരക്ഷിതരായി നിൽക്കുന്ന നമുക്ക് സാത്താന് നമ്മളെ ശിക്ഷ വിധിക്കാൻ പറ്റില്ല. നമ്മളെ വലിച്ചിഴച്ച് കൊണ്ടുപോയി അവൻ്റെ ഹിതം ചെയ്യിക്കാൻ പറ്റില്ല, നമ്മൾ വിട്ട് കളയുന്നത് വരെ. അപ്പം അത് ക്രിസ്തുവിൽ നമ്മൾ സുരക്ഷിതരാണ്. അത് വളരെ വ്യക്തമായി. അപ്പം ക്രിസ്തു ക്രൂസിൽ വെച്ച് വിജയകരമായി വിജയോത്സവത്തോടെ അന്ധകാര ശക്തിയുടെ ആ സകല കുതന്ത്രങ്ങളെയും തകർത്തു മരണത്തെ തോൽപ്പിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ്. മരണത്തെ തോൽപ്പിച്ച് എങ്ങനെയാണ്? തൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ. മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരൊക്കെയും വിടുവിച്ചുവെന്ന് എബ്രായലേഖനം 2:14. റോമലേഖനത്തിൻ്റെ 1-ാമത്തെ 5-ാം വാക്യം ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന്, അതായത് വന്ന വംശാവലി ദാവീദിന്റെ രാജകീയ വംശാവലിയാണ്. ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കിയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ നിന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തവൻ. കർത്താവ് യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ലോകത്തോട് ശക്തമായി വിളിച്ചു പറഞ്ഞു, പൈശാചിക മേഖലയോട് വിളിച്ചു പറഞ്ഞു. സാത്താൻ്റെ തലയെ തകർത്ത തൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, ക്രൂശിൽ വെച്ച് തലയെ തകർത്തു, മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പ്. കാരണം മരണത്തിൽ യേശുവിനെ ബന്ധിക്കാൻ പറ്റില്ല. കാരണം പാപമില്ല. പാപമുണ്ടെങ്കിലേ നമ്മളെ ബന്ധനസ്ഥനാക്കാൻ പിശാചിന് പറ്റൂ. കർത്താവിനെ കൊണ്ട് പലതരത്തിൽ പാപം ചെയ്യിക്കാൻ പ്രേരിപ്പിക്കാൻ നോക്കി നടക്കില്ല. കാരണം ക്രിസ്തു പാപമില്ലാത്ത നിഷ്കളങ്കനാണ്, പാപത്തിന് അതീതനാണ്. അതുകൊണ്ടാണ് അവനെ തോൽപ്പിച്ചത്. അതിനെക്കുറിച്ച് അടുത്ത പോയി നമ്മൾ ചിന്തിക്കുന്നതാണ്, എങ്ങനെയാണ് ഇത് സംഭവിച്ചത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടത് ക്രിസ്തു നേടിത്തന്ന വിജയം, ക്രിസ്തുവിലുള്ള വിജയം സ്വന്തമാക്കാൻ അനുസരണം, ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ സുവിശേഷം അനുസരിക്കുന്നതിലൂടെ ഈ വിജയത്തിൽ നമുക്ക് പങ്കാളികളാകാം. ഈ വിജയം നമ്മുടേതാക്കി മാറ്റാം. ക്രിസ്തുവിൻ്റെ വചനമനുസരിച്ച് സ്നാനമേറ്റ് ദൈവത്തിൻ്റെ മക്കളായി മാറുമ്പോൾ ഈ വിജയം നമ്മുടേതും കൂടെയാകുകയാണ്. അതുകൊണ്ടാണ് ക്രിസ്തുവിലുള്ളവർക്ക് ശിക്ഷാവിധിയില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ക്രിസ്തുവിൻ്റെ ജീവിതവും ക്രിസ്തുവിൻ്റെ ക്രൂസിനെ കുറിച്ച് നമുക്ക് അല്പം എടുത്തു നോക്കാം. എന്താ അവിടെ സംഭവിച്ചത്? കർത്താവ് യേശുവിൻ്റെ മരണം അത് കൂടുതൽ അടുത്തു വരും തോറും തൻ്റെ ശിഷ്യന്മാർ നിരാശപ്പെടാൻ തുടങ്ങി. കാരണം ക്രിസ്തു വ്യക്തമായവരോട് പറഞ്ഞു, ഞാൻ യെരുശലേമിലേക്ക് പോകും, അവിടെ അവർ എന്നെ പിടിക്കും, എന്നെ കൊല്ലും, ക്രൂശിക്കും, ഉപദ്രവിക്കും എന്നൊക്കെ പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ വല്ലാതെ ആകുലപ്പെടാൻ തുടങ്ങി. അവരെല്ലാം വിട്ട് ക്രിസ്തുവിൻ്റെ പിന്നാലെ, ഗുരുവിൻ്റെ പിന്നാലെ വന്നവരാണ്. പക്ഷെ കർത്താവ് അവരോട് വ്യക്തമായി പറയുന്നത്, എൻ്റെ വീണ്ടെടുപ്പ് പദ്ധതിയിലെ ഏറ്റവും കിരീടധാരണമാണിത്. ഇത് ക്രൗണിങ് ഇവൻ്റാണ്, ഏറ്റവും ഉന്നതമായ സംഭവമാണിത്. ഞാൻ ക്രൂശിക്കപ്പെടുക, മരിക്കുക എന്നുള്ളത്. ശിഷ്യന്മാർക്കത് കേൾക്കുമ്പോൾ മനുഷ്യരെ അവർക്കത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. ഒരു ആകപ്പാടെ തകർന്നു, ആകുലചിത്തരായി, ഭാരപ്പെട്ടു, സംശയിച്ചു, സങ്കടപ്പെട്ടു. അവർക്കത് മനസ്സിലാക്കാൻ സാധിച്ചില്ല. പക്ഷെ അവിടെ കർത്താവ് യേശു യോഹന്നാന്റെ സുവിശേഷം 16-ാമത്തെ 20 മുതൽ 22 വാക്യങ്ങൾ അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്ന പ്രസ്താവനകളുണ്ട്. യോഹന്നാൻ 16:20 മുതൽ വായിച്ച് കേൾക്കാം. ആമേൻ ആമേൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരഞ്ഞു വിലപിക്കും, ലോകമോ സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിക്കും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. സ്ത്രീ പ്രസവിക്കുമ്പോൾ തൻ്റെ നാഴിക വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ട്. കുഞ്ഞിനെ പ്രസവിച്ച ശേഷമോ ഒരു മനുഷ്യൻ ലോകത്തിലേക്ക് പറഞ്ഞിരിക്കുന്ന സന്തോഷ നിമിത്തം അവൾ തൻ്റെ കഷ്ടം പിന്നെ ഓർക്കുന്നില്ല. അങ്ങനെ നിങ്ങൾക്കും ഇപ്പോൾ ദുഃഖമുണ്ട്, എങ്കിലും ഞാൻ പിന്നെയും നിങ്ങളെ കാണും. നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയും. നിത്യമായൊരു സന്തോഷം നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ്. ഇപ്പോൾ കുറച്ചു നേരം നിങ്ങൾക്ക് ദുഃഖമുണ്ടാകും. ഞാൻ നിങ്ങളെ വിട്ട് പിരിയുന്നത് തന്നെ വേദനാജനകമായ ഒരു അവസ്ഥയിലൂടെയാണ്. നിങ്ങൾക്ക് സങ്കടമുണ്ടാകും, അത് സ്വാഭാവികമാണ്.
കുഞ്ഞിനെ പ്രസവിക്കുന്ന സമയത്ത് ആ സ്ത്രീ അനുഭവിക്കുന്ന വേദന ചിന്തകൾക്കും അതീതമാണ്. പക്ഷെ പ്രസവിച്ച് കഴിയുമ്പോൾ ആ സ്ത്രീ പിന്നെ വേദന ഓർക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തുവരെ ആശ്വസിപ്പിക്കും. തൻ്റെ നിഷ്കളങ്ക പാപരഹിത ജീവിതവും ക്രൂസിലെ തൻ്റെ ത്യാഗത്തോടു കൂടിയുള്ള മരണവും അതിലൂടെ ക്രിസ്തു പ്രഖ്യാപിച്ച ചില കാര്യങ്ങളുണ്ട്. തൻ്റെ പാപമില്ലാത്ത ജീവിതം, നിഷ്കളങ്കമായ ജീവിതം, പാപരഹിത ജീവിതം, സിൻലെസ് ലൈഫ്. മാത്രമല്ല നമുക്ക് പകരമായി തീർന്ന മരണം. അതിലൂടെ ക്രിസ്തു എന്താണ് ഉറക്കെ പ്രഖ്യാപിക്കുന്നത്? ഒന്ന്, പിശാചിനേക്കാൾ താൻ ബലവാനാണ്, പിശാചിനേക്കാൾ താൻ ശക്തനാണ് എന്ന് കാണിക്കുകയാണ്. മത്തായിയിലും ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ക്രിസ്തു ഭൂതങ്ങളെ പുറത്താക്കുന്നതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ക്രിസ്തു ഭൂതങ്ങളെ പുറത്താക്കുന്ന സംഭവം എഴുതിയിരിക്കുന്നതിൽ മത്തായി 12-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 24 വരെ വായിക്കുമ്പോൾ കർത്താവ് യേശു ക്രിസ്തു തൻ്റെ അടുക്കൽ വന്ന ഊമനും ബധിരനുമായ ഒരു മനുഷ്യനെ സുഖപ്പെടുത്തും. മത്തായി 12:22 മുതൽ. അനന്തരം ചില കുരുടനും ഊമനുമായൊരു ഭൂതഗ്രസ്തനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ഊമൻ സംസാരിക്കുകയും കാണുകയും ചെയ്യുവാൻ തക്കവണ്ണം അവനെ സൗഖ്യമാക്കി. പുരുഷാരമൊക്കെ വിസ്മയിച്ച്, ഇവൻ ദാവീദ് പുത്രൻ തന്നെയോ എന്ന് പറഞ്ഞു. ഈ മനുഷ്യരുടെ മനസ്സിൽ അവിടെ നിൽക്കുന്ന സാധാരണക്കാരുടെ മനുഷ്യരിൽ യേശുവിലേക്കൊരു ചായ്വുണ്ടായെന്ന് കേട്ടപ്പോൾ തന്നെ അധ്യാപകന്മാർ ചാടി വീണു, മത നേതാക്കന്മാർ ചാടി വീണു. അത് കേട്ടിട്ട് പരീശന്മാർ, അവൻ ഭൂതങ്ങളുടെ തലവനായ ബേൽസബൂബിനെ കൊണ്ടല്ലാതെ ഭൂതങ്ങളെ പുറത്താക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ക്രിസ്തുവിലേക്ക് അല്പം വിശ്വാസം ഇങ്ങനെ ആവിർഭവത്തിൽ ഉത്ഭവിച്ചപ്പോൾ തന്നെ അതിനെ എതിർക്കാൻ, തടയാൻ ആൾക്കാരുണ്ടായി. ഇതത് അത്രത്തോളം വാസ്തവമാണ് നമ്മുടെ ജീവിതത്തിൽ. ഇപ്പൊ കർത്താവ് യേശു പക്ഷെ അവരുടെ ആരോപണത്തെ ന്യായമായിട്ട് തന്നെ തകർത്ത് കളഞ്ഞു. ബേൽസബൂബിനെ കൊണ്ട്, അതായത് ഭൂതങ്ങളുടെ തലവനെ കൊണ്ടാണ് താൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെന്ന് അവർ പറഞ്ഞ ആരോപണത്തെ ക്രിസ്തു ബുദ്ധിപരമായി ന്യായം കൊണ്ട് ഇതിനെ തകർത്ത് കളഞ്ഞു. ക്രിസ്തു വ്യക്തമായിട്ട് പറഞ്ഞു, ഒരു പട്ടണം തന്നിൽ തന്നെ ചിന്തിച്ചുവെങ്കിൽ അത് ശൂന്യമായി പോകും. ഇപ്പോൾ ഒരു മിലിറ്ററി സൈന്യാധിപൻ താൻ തോക്കെടുത്തുകൊണ്ട് തൻ്റെ പട്ടാള ക്യാമ്പിലുള്ള പട്ടാളക്കാരെ വെടിവെച്ച് വീഴ്ത്തില്ല. സാമാന്യ ബുദ്ധി ചിന്തിച്ചാൽ പോരെ. ഇപ്പൊ ഞാൻ ഭൂതങ്ങളുടെ തലവനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുകയാണെങ്കിൽ ഈ പട്ടാളക്കാരൻ്റെ മേലധികാരിയായ സൈന്യാധിപനെ പോലെ ഞാൻ തോക്കെടുത്ത് എൻ്റെ പട്ടാള ക്യാമ്പിലുള്ള പട്ടാളക്കാരെ വെടിവെച്ച് വീഴ്ത്തുകയാണോ? അവരുടെ ആരോപണത്തിൻ്റെ മുന്നിടിച്ചു കളഞ്ഞു. എന്നിട്ട് യേശു അവരോട് പറയും, ഇതിലൂടെ ഞാൻ 2 കാര്യം കാണിച്ചു തരാം, 2 കാര്യം തെളിയിക്കണം. ഒന്ന്, താൻ സാത്താനേക്കാൾ ബലവാനാണ്. സാത്താനേക്കാൾ ബലവാനാണ്. അവൻ പിടിച്ചടക്കിയ വ്യക്തികളെ, അവൻ ഗ്രഹിച്ചിരുന്ന ജീവിതങ്ങളെ, അവൻ നശിപ്പിച്ചുകൊണ്ടിരുന്ന ജീവിതങ്ങളെ അവൻ്റെ പിടിയിൽ നിന്ന് പുറത്താക്കുമ്പോൾ ഞാൻ അവനേക്കാൾ ബലവാനാണ്. രണ്ടാമത്, ദൈവരാജ്യ സമീപത്തെത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ഭരണം നിങ്ങളുടെ ഹൃദയത്തിൽ, ദൈവാത്മാവിലൂടെയുള്ള ദൈവത്തിൻ്റെ ഭരണം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരാനുള്ള സമയം എത്തിയിരിക്കുന്നു. അത് വ്യക്തമായി പറയുന്നു. 28-ാം വാക്യം, ഞാൻ ഭൂതങ്ങളെ പുറത്താകും എങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്ന സ്പഷ്ടം. ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ ബലവാന്റെ വീട്ടിൽ കിടന്നവൻ്റെ കോപ്പ് കവർന്നു കളയാനെങ്കിൽ ഞാൻ ബലവാനാണ്, സാത്താനേക്കാളും ബലവാൻ. ക്രിസ്തുവിൻ്റെ ഉടനീളമുള്ള ശുശ്രൂഷയിൽ തൻ്റെ അത്ഭുത പ്രവർത്തികളിലൂടെ തെളിയിച്ച സത്യം ഇതാണ്. പിശാചിൻ്റെ എല്ലാ മേഖലകളിലും ഞാൻ ബലവാനാണ്, അവനേക്കാൾ ബലവാണ്. രോഗസൗഖ്യം, കുരുടന് കാഴ്ച, മുടന്തർക്ക് കാലിന് സൗഖ്യം, കേൾവിക്കാർക്ക് കേൾവിയില്ലാത്തൊരു കേൾവി, മരിച്ചവരെ എഴുന്നേൽപ്പിക്കുന്നു, വെള്ളത്തിന്മേൽ നടക്കുന്നു, 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിക്കുന്നു. എല്ലാ അത്ഭുത പ്രവൃത്തികളും സാത്താൻ്റെ തന്ത്രങ്ങളുടെ മേൽ, അവൻ്റെ ബലത്തിൻ്റെ മേൽ അധികാരം. ഇപ്പം പഴയകാലത്ത് 10 ബാധകൾ ഈജിപ്തിലുണ്ടായിരുന്ന വിഗ്രഹാരാധനകൾ, ഈ 10 മേഖലകളിലും വിഗ്രഹാരാധന ഉണ്ടായിരുന്നു. അത് പേനും തവളയും നായിച്ചു തുടങ്ങിയ എല്ലാം അവിടെ ദേവന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. അതിൻ്റെ മേലുള്ള ആധിപത്യം കാണിച്ചു കൊടുക്കും. എന്നതുപോലെ കർത്താവ് യേശുവിൻ്റെ അത്ഭുത പ്രവൃത്തിയിലൂടെ തൻ്റെ അധികാരം, തൻ്റെ ശക്തി പിശാചിനേക്കാൾ എത്ര ഉന്നതമാണ്. ബലവാനെന്ന് നിങ്ങൾ പറയുന്ന പിശാചിനെ പിടിച്ചു കെട്ടുവാൻ ഞാൻ, അവൻ്റെ കോപ്പ്, അവൻ പിടിച്ചടക്കിയ ജീവിതങ്ങളെ ഞാൻ രക്ഷിക്കാൻ പോവുകയാണ്. അത് കാണിച്ചു കൊടുക്കും. ഇതാണ് കർത്താവ് ഇവിടെ പറഞ്ഞു. ലൂക്കോസ് 11:21-22 ഇതിനെക്കുറിച്ച് പറയുന്ന വാക്യം വായിച്ച് കേൾക്കേണ്ടതാണ്. ലൂക്കോസ് 11. ലൂക്കോസ് 11-ാം അധ്യായത്തിൽ 21-22 വാക്യങ്ങളിൽ പറയുന്നത്, ബലവാൻ ആയുധം ധരിച്ച് തൻ്റെ അരമന കാക്കുമ്പോൾ അവൻ്റെ വസ്തുവക ഉറപ്പോടെ ഇരിക്കുന്നു. അവനിലും ബലവാനായവൻ വന്ന് അവനെ ജയിച്ചുവെങ്കിലോ അവൻ ആശ്രയിച്ചിരുന്ന സർവായുധവർഗം പിടിച്ചു പറിച്ച് അവൻ്റെ കൊള്ള പകുതി ചെയ്യും. ഇപ്പം ബലവാൻ ആയുധവർഗം ധരിച്ച് കോട്ട കാവൽ ചെയ്യുകയാണ്. പക്ഷെ വേറൊരാൾ അവനേക്കാൾ ബലവാനായി വന്നിട്ട് അവനെ തകർത്ത്, ഈ ബലവാനെ തോൽപ്പിച്ച് അവൻ പിടിച്ചടക്കി വെച്ചിരിക്കുന്നവരെ മുഴുവൻ വിടുവിക്കുകയാണ്. ഇതാണ് കർത്താവ് യേശു ക്രൂസിൻ്റെ മരണത്തിലൂടെ ചെയ്തത്. അവൻ പിടിച്ചു വെച്ച ജീവിതങ്ങൾ, മരണഭയത്തിൽ പിടിച്ചു വെച്ച ജീവിതങ്ങളെ ക്രിസ്തു ക്രൂസിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റുകൊണ്ട് അവൻ്റെ ആധിപത്യത്തിൽ നിന്ന് വിടുവിച്ചു. അപ്പോൾ ഇത് വ്യക്തമായി ക്രിസ്തു അവർ കാണിച്ചു കൊടുത്തു. ബലവാനെ പിടിച്ചു കെട്ടി. അപ്പം ഞാൻ അവനേക്കാളും ബലവാനാണ്. അവനെ നിരായുധനാക്കി എൻ്റെ കാൽച്ചുവട്ടിൽ അവനെ കൊണ്ടുവന്നു.
ആയുധവർഗം വെപ്പിച്ച് അവൻ്റെ മേൽ ഞാൻ വിജയോത്സവത്തോടെ അവനെ ഞാൻ തോൽപ്പിച്ചു. അത് ചെയ്യാൻ തനിക്ക് കഴിവുണ്ടെന്ന് താൻ കാണിച്ചത്. അപ്പോൾ ഈ രണ്ട് പ്രസ്താവനകളിലൂടെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും യേശു പിശാചിനേക്കാൾ ശക്തനാണ്. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകം 12:10 സഹോദരന്മാരെ രാപ്പകൽ ദൈവത്തിൽ കുറ്റപ്പെടുത്തുന്ന അപവാദിയെ തള്ളിയിട്ടുവെന്ന് വെളിപാട് 12:10 പറയും. നമ്മുടെ മേലെ ഇനി അവന് കുറ്റപ്പെടുത്താൻ പറ്റില്ല. പാപത്തിൽ നമ്മൾ വിട്ടു നിൽക്കുന്നത് വരെ, പാപജീവിതത്തെ തുടരാതെ പാപത്തെക്കുറിച്ച് ഭയപ്പെട്ട് ദൈവത്തോട് ചേർന്ന് ജീവിച്ചാൽ സാത്താൻ നമ്മെ അപവാദം പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് അപവാദം പറഞ്ഞുകൊണ്ടിരിക്കുക. മുഷിഞ്ഞ വസ്ത്രം ധരിച്ചിരിക്കുന്ന മോശയുടെ കാര്യം പറയുന്നു സക്കറിയ പുസ്തകത്തിൽ. നമ്മളെക്കുറിച്ച് അപവാദം പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ എത്ര നന്മ ചെയ്താലും ആരെങ്കിലും കൊണ്ട് നമ്മളെക്കുറിച്ച് കള്ളം പറയും, അപവാദം പറയും, ആരോപണം പറയും. നമ്മുടെ വിശ്വാസയോഗ്യത ഇല്ലാതാക്കണം. നമ്മൾ ദൈവനെ സംസാരിക്കരുത്. ഇങ്ങനെ ആരെങ്കിലും കൊണ്ട് കള്ളം പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ നാം അതിനെക്കുറിച്ച് ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മളെ നീതീകരിക്കുന്നവൻ ദൈവം. നമ്മളെ കുറ്റപ്പെടുത്താനുള്ള അർഹത കർത്താവിന് മാത്രം. ആ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയുടെ കാര്യം പറയുന്നവർ, നിന്നെ ആരും കല്ലെറിഞ്ഞില്ലല്ലോ. കല്ലെറിയാൻ യോഗ്യതയുള്ള അവകാശമുള്ള ഞാനാണ്. ഞാൻ നിന്നെ കല്ലെറിയില്ല, നീ ധൈര്യമായി പറ്റും. പക്ഷെ ഇനി പാപം ചെയ്യും. അപ്പോൾ കർത്താവ് ക്രൂശിച്ച്, ഇതാണ് ക്രിസ്ത്യാനിത്വത്തിൻ്റെ രഹസ്യം. ഇതാണ് ക്രിസ്ത്യാനിത്വം. സാത്താൻ്റെ ബന്ധനത്തിലായിരുന്ന മനുഷ്യകുലത്തെ, അവൻ്റെ കോപ്പായി, അവൻ്റെ വസ്തുവകയായി അവൻ പിടിച്ചടക്കി വരുന്ന മനുഷ്യകുലത്തെ, എന്തുകൊണ്ട്? പാപനിമിത്തം പിടിച്ചടക്കിയിരുന്ന മനുഷ്യവർഗത്തെ ക്രിസ്തു ക്രൂശിലെ മരണത്താൽ വിടുവിച്ചു. ക്രിസ്തു ക്രൂശിലെ മരണത്താൽ വിടുവിച്ച് സ്വതന്ത്രരാക്കി. അവൻ്റെ ബന്ധനത്തെ തകർത്തു, ചങ്ങല പൊട്ടിച്ചു, മരണത്തെ ഉയർത്തെഴുന്നേറ്റുകൊണ്ട് ദൈവത്തിൽ ശക്തിയോടെ നിർണയിച്ചുകൊണ്ട് നമ്മളെ വിടുവിച്ചു. അങ്ങനെ വിടുവിക്കപ്പെട്ടവരാണ് കർത്താവിൻ്റെ സഭയിലെ അംഗങ്ങൾ. വീണ്ടെടുപ്പ് എത്ര മനോഹരമായ സ്വർഗീയമായൊരു പദ്ധതിയാണ് ദൈവം ക്രിസ്തുവിലൂടെ നടത്തി. വാഗ്ദത്ത സന്തതിയെ തന്നു, വാഗ്ദത്ത അനുഗ്രഹങ്ങൾ തന്നു. പക്ഷേ എളുപ്പമായിരുന്നില്ല ക്രിസ്തുവിൻ്റെ യാത്ര. എല്ലാ തരത്തിലും താൻ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരുന്നു. തന്നിൽ പാപം ചെലുത്തുവാൻ, പാപം വരുത്തുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അതിനെല്ലാം അതിജീവിച്ച് ദൈവത്തോടുള്ള സമ്പർക്കവും സംസർഗവും കൂട്ടായ്മയും സ്നേഹവും നിമിത്തം ആ അനുസരണത്താൽ തികഞ്ഞവനായി ക്രൂസിൽ അവൻ്റെ പിശാചിൻ്റെ തലയെ തകർത്തു, അവൻ്റെ ആധിപത്യത്തെ തോൽപ്പിച്ചു. അവൻ്റെ ക്രിസ്തു ഇങ്ങനെ ചെയ്തില്ലായിരിക്കും നമ്മുടെ ജീവിതം എന്താകുമായിരുന്നു? എങ്ങനെ നമുക്ക് രക്ഷ കിട്ടും? മറ്റൊരു നാമമില്ല. അങ്ങനെ ക്രിസ്തു നമുക്ക് വീണ്ടെടുപ്പിടിക്കും. ഇതിൻ്റെ തുടർച്ചയായി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ക്രിസ്തുവിൻ്റെ മേൽ സാത്താന് യാതൊരു ശക്തിയും ഉണ്ടായില്ല. ക്രിസ്തുവിന് സാത്താൻ്റെ മേൽ ശക്തി ഉണ്ടായിരുന്നു. പക്ഷെ സാത്താന് ക്രിസ്തുവിൻ്റെ മേൽ ഒരു ശക്തിയും സാധിച്ചില്ല. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. വേഗത്തിൽ പറഞ്ഞു പോയി കാര്യങ്ങളുണ്ടാകാം. ഒരിക്കൽ കൂടെ കേട്ടു നോക്കുക. ജീവിതത്തിൻ്റെ വളരെ സുപ്രധാനമായ ഒരു സത്യമാണ് വീണ്ടെടുപ്പ് എന്നുള്ളത്. ദൈവം നിങ്ങളെ സഹായിക്കും.